ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃപ്രയാറിൽ കാർ യാത്രികരെ ആക്രമിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ശുദ്ധ കളവെന്ന് കെ രാജൻ MLA. സ്വകാര്യവൽക്കരണത്തിന് ഓശാന പാടുന്നതാണ് സംസ്ഥാന ബജറ്റെന്നും കുറ്റപ്പെടുത്തൽ. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയോടെ തൃശൂർ നഗരം. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തിലെത്തുന്നത് കാത്തിരിക്കുകയാണ് നഗരവാസികൾ. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് ലോറിയിലിടിച്ച അപകടം, 3 പേർക്ക് പരിക്കേറ്റു. ഇടിയഞ്ചിറ ബണ്ട് റോഡിൽ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. സംസ്ഥാനത്ത് കാലവർഷം ദുർബലം. വെള്ളമില്ലാതെ ചാലക്കുടി പുഴയും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും സഞ്ചാരികളെ നിരാശരാക്കുന്നു. ലോകകപ്പിൽ ഹെയ്റ്റിക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം. ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡിനെ വീഴ്ത്തി മൊറോക്കോ. 2ാം ജയം തേടി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇറങ്ങുന്നു. വാർത്തകളിലേക്ക് വിശദമായി. തൃപ്രയാറിൽ 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കവർച്ചാ സംഘത്തിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. കവർച്ചാ സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ വലപ്പാട് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്നയാളുടെ സംഘമാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. രഞ്ജിത്ത് സമാന രീതിയിൽ വയനാട് മറ്റൊരു കേസിൽപ്പെട്ടയാളാണെന്നും കണ്ടെത്തി. പാലക്കാട് വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി അടക്കമുള്ളവരാണ് തട്ടിപ്പിനിരയായത്. ഇടപാടുകാരെ തൃപ്രയാറിൽ എത്തിച്ചത് രഞ്ജിത്ത് ഉൾപ്പെടുന്ന കുഴൽപ്പണ കടത്ത് സംഘമാണ്. ഡോളർ രൂപയാക്കി മാറ്റി നൽകാം എന്നറിയിച്ചാണ് സംഘം ഇവരെ തൃപ്രയാറിൽ എത്തിച്ചത്. കാറിലുണ്ടായിരുന്നവരെ മറ്റൊരു കാറിലെത്തിയ സംഘം ആക്രമിക്കുകയും 16 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു. തൃപ്രയാർ പയ്യന്നൂർ ആമലത്ത് കുളങ്ങര ക്ഷേത്രത്തിനു സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കാറിന്റെ ചില്ല് തകർത്ത് മുളകുപൊടി സ്പ്രേ ചെയ്താണ് പണം തട്ടിയതെന്ന് തട്ടിപ്പിനിരയായവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നു. PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ശുദ്ധ കളവെന്ന് കെ രാജൻ MLA. സ്വകാര്യവൽക്കരണത്തിന് ഓശാന പാടുന്നതാണ് സംസ്ഥാന ബജറ്റെന്നും കുറ്റപ്പെടുത്തി. CPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടങ്ങാത്ത പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ട കാര്യമില്ല. ഒപ്പിട്ട് 22 ദിവസത്തിനകം പദ്ധതി മരവിപ്പിക്കാൻ കേരളം കത്ത് നൽകി. ഒരു നടപടി പോലും സ്വീകരിക്കാത്ത പദ്ധതിയുടെ പേരിൽ ഫണ്ട് വാങ്ങി എന്നത് വസ്തുതാവിരുദ്ധമെന്നും രാജൻ പറഞ്ഞു. കരാറല്ല അത് യഥാർത്ഥത്തിൽ. MOU സൈൻ ചെയ്തതിന്റെ 22 ദിവസത്തിനകം അത് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ കൊടുത്തതുമാണ്. തുടങ്ങാത്തൊരു പദ്ധതിയിൽ നിന്ന് എന്തിനാണ് പിൻവലിയുന്നത്? ഒരു നടപടിയും കേരള ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചില്ല. ആ നടപടിയിൽ ഒപ്പിട്ട് 8 മാസം വരെ ഈ പദ്ധതി നടപ്പിലാക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാമെങ്കിൽ പിന്നെ ഈ വരുന്ന 6 മാസമോ 7 മാസമോ ബാക്കിയുള്ള അധ്യയന വർഷം കൂടി ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഫെഡറൽ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിന്റെ പേരങ്ങ് വെട്ടിക്കളയോ? ഇനി കേരളത്തിന് തരണ്ട, ഒന്നും തരില്ല എന്ന് പറയൂ? പറഞ്ഞാൽ നമ്മളതിനെ പോരടിക്കണ്ടേ? സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണമായി കേന്ദ്രത്തിന് അടിയറ പറഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് വന്ദേമാതരം മുതൽ PM ശ്രീ വരെയുള്ള കാര്യങ്ങൾ. തോട്ടം ഭൂമി തരം മാറ്റുന്നതിലൂടെ ഭൂമാഫിയകൾക്കും കയ്യേറ്റക്കാർക്കും ഭൂമി കച്ചവടത്തിനുള്ള വഴിയൊരുക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 2.0 നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ മാറരുത്. എളുപ്പം സ്വകാര്യവൽക്കരണത്തിലേക്കും ഭൂമി കച്ചവടത്തിലേക്കും കേരളത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നയമായി ഇതിനെ മാറുന്നു എന്ന ഗുരുതരാവസ്ഥ കാണേണ്ടതുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറച്ചത് വഴി ഓപ്പറേഷൻ തൂഫാനെ വരെ തൂഫാനാക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 3 കാര്യങ്ങളെപ്പറ്റി മിണ്ടാട്ടമില്ല. പെൻഷൻ 3000 ആക്കും എന്ന ഇന്ദിരാ ഗ്യാരണ്ടി, 5 ലക്ഷം രൂപ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് സംരംഭം തുടങ്ങാൻ പലിശരഹിത വായ്പ കൊടുക്കും എന്ന ഗ്യാരണ്ടി, പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വീതം കൊടുക്കുമെന്ന ഗ്യാരണ്ടി. ഈ 3 ഗ്യാരണ്ടിയെ കുറിച്ച് മിണ്ടാട്ടില്ല.
ആരോഗ്യമേഖലയിൽ നടക്കുന്നത് അപമാനകരമായ കാര്യങ്ങളാണെന്നും രാജൻ കുറ്റപ്പെടുത്തി. മന്ത്രിമാർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയ കേരള ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവം ഇപ്പം ഉണ്ടാവുക. ഈ ബ്ലാക്ക് സ്റ്റോണും KKR പോലെയുള്ള വലിയ കുത്തക കമ്പനികൾ ആരോഗ്യരംഗത്തേക്ക് വരുന്നൊരു കാലമാണ്. അപ്പോഴാണ് സ്വകാര്യ മേഖലയിൽ മാത്രം 25 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഇക്കാര്യങ്ങളിൽ മറുപടി പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും എന്താണ് PMC നടപ്പിലാക്കുന്നതിനെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലെങ്കിലും അഭിപ്രായം പറയാൻ, ഗവൺമെന്റിനെ തിരുത്തണമെങ്കിൽ തിരുത്താൻ ഉള്ള കരുത്തിലേക്ക് പോകണം. TCV തൃശൂർ. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയോടെ തൃശൂർ നഗരം. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തിലെത്തുന്നത് കാത്തിരിക്കുകയാണ് നഗരവാസികൾ. തൃശൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന് പടിഞ്ഞാറേക്കോട്ട ഫ്ളൈ ഓവർ നിർമ്മാണം ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇടം നേടിയിട്ടുണ്ട്. MG റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന് 15 കോടി നീക്കിവെച്ചു. കഴിഞ്ഞ ബജറ്റിലും ഈ തുക വകയിരുത്തിയിരുന്നു. അയ്യന്തോൾ പുഴയ്ക്കൽ റോഡ് 4ാം ഘട്ടം പൂർത്തിയാക്കാൻ 4 കോടി നീക്കിവെച്ചു. അശ്വിനി, പാട്ടുരായ്ക്കൽ, പൂങ്കുന്നം ജംഗ്ഷനുകൾ ഉൾപ്പെടുത്തി ഫ്ളൈ ഓവർ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിനായി 150 കോടിയാണ് അടങ്കൽ തുക കണക്കാക്കുന്നത്. സെന്റ് തോമസ് കോളേജ് കിഴക്കുംപാട്ടുകര റോഡ് 50 കോടി, തൃശൂർ മണ്ണൂത്തി മോഡൽ റോഡ് നിർമ്മാണം 10 കോടി, പൂങ്കുന്നം മുണ്ടുപാലം ജംഗ്ഷനുകളുടെ വികസനം 5 കോടി വീതം തുടങ്ങിയ പദ്ധതികളും ഇടം നേടി. പുഴയ്ക്കൽ മൊബിലിറ്റി ഹബ്ബാണ് മറ്റൊരു ശ്രദ്ധേയ നിർദ്ദേശം. 20 കോടി രൂപ ഇതിനായി നീക്കിവെച്ചിട്ടുണ്ട്. നഗരത്തിലെ വെള്ളക്കെട്ട് നിവാരണത്തിനുള്ള പ്രത്യേക പദ്ധതിക്ക് 20 കോടിയാണ് അടങ്കൽ തുക കണക്കാക്കിയിട്ടുള്ളത്. തൃശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ പഴയ മൃഗശാല ബൊട്ടാണിക്കൽ ഗാർഡനായി സംരക്ഷിക്കാനുള്ള പദ്ധതിയും നഗരം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക് TCV. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് ലോറിയിലിടിച്ച അപകടം. ബസ്സിലുണ്ടായിരുന്ന 3 യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന ചിറയത്തെന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ പിൻഭാഗം തകർന്നു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കും മത്സരയോട്ടത്തിനുമെതിരെ നാട്ടുകാരിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഇടിയഞ്ചിറ ബണ്ട് റോഡിൽ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പാടൂരിൽ നിന്നും പൂവത്തൂരിലേക്ക് രോഗിയെടുക്കാൻ പോകുമ്പോഴാണ് അപകടം. പാടൂർ മഹലിന്റെ കീഴിലുള്ള ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ കല്ലിന്മേൽ കയറി വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിനിടയാക്കിയത്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വൻ അപകടം ഒഴിവായി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് സമീപം ബൈക്കിന് പിന്നിൽ ടിപ്പർ ഇടിച്ച അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കാലവർഷം ആരംഭിച്ചിട്ട് 3 ആഴ്ച പിന്നിടുന്നു. എന്നാൽ കാര്യമായ വെള്ളമില്ലാതെ ചാലക്കുടി പുഴയും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും സഞ്ചാരികളെ നിരാശരാക്കുകയാണ്. സാധാരണ നിലയിൽ ജൂൺ പകുതിക്ക് ശേഷം അതിരപ്പള്ളി വെള്ളച്ചാട്ടം കനത്ത് കുതിച്ചൊഴുകേണ്ടതാണ്. എന്നാൽ ദുർബലമായ മഴക്കാലത്തിൽ വെള്ളച്ചാട്ടം ഇപ്പോഴും ശോഷിച്ചു തന്നെ. കടുത്ത വേനലിൽ പ്രകടമാകുന്ന നീരൊഴുക്കുകളെ ഇപ്പോഴുള്ളൂ. വാഴച്ചാലിനടുത്ത ചാർപ്പയിലും സ്ഥിതി മറിച്ചല്ല. വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയിൽ റോഡിലേക്ക് ജലഗണങ്ങൾ എത്തുന്നതാണ് ജൂൺ പകുതി പിന്നിടുമ്പോഴുള്ള മുൻകാല സ്ഥിതി. എന്നാൽ മുൻകാല അനുഭവങ്ങളിൽ ഇതെല്ലാം ആസ്വദിക്കാനെത്തിയ വിനോദസഞ്ചാരികളാകട്ടെ നിരാശരായി മടങ്ങുന്നു. ജൂൺ ആദ്യത്തെ ആഴ്ചയിൽ വെള്ളച്ചാട്ടങ്ങൾ തെല്ലുഭേദമായിരുന്നു. പിന്നീട് നേർത്തുവരികയായിരുന്നു. TCV ചാലക്കുടി. പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ മോഷണം. 4 ലക്ഷം രൂപയോളം നഷ്ടമായി പരാതി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ച പണമാണ് നഷ്ടമായിട്ടുള്ളത്. തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ മോഹിനിയാട്ടം സീനിയർ ഫെലോഷിപ്പ് ലഭിച്ച കലാമണ്ഡലം ഡോക്ടർ ധനുഷ സന്യാലിനെ എലിത്തുരുത്ത് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വാർഡ് കൗൺസിലർ KK രാധാകൃഷ്ണൻ, വികസന സമിതി കൺവീനർ KP സുരേഷ്, അംഗങ്ങളായ PG സുനിൽ, TK സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. വളാഞ്ചേരി സ്വദേശി നിസാമിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീനാരായണപുരം പതിയാശ്ശേരിയിൽ വീട് ആക്രമിച്ച് ഗൃഹനാഥനെ മർദ്ദിച്ചു. പത്താഴക്കാട് പറപ്പറമ്പിൽ യൂസഫിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീട്ടിലേക്കുള്ളിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് യൂസഫ് പറഞ്ഞു. അക്രമം തടയാൻ ശ്രമിച്ച യൂസഫിന്റെ ഭാര്യയ്ക്കും മകനും മർദ്ദനമേറ്റു. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ചെടിച്ചട്ടികളും അക്രമികൾ നശിപ്പിച്ചു. മർദ്ദനമേറ്റ യൂസഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂളിമുട്ടം ഭജനമഠം എടത്തിത്തറ വീട്ടിൽ വൈശാഖ്, പടിഞ്ഞാറെ വെമ്പല്ലൂർ ആറ്റുപുറം അഞ്ചലശ്ശേരി വീട്ടിൽ സുമേഷ് എന്നിവരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു.
നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. പരീക്ഷയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടന്നു. പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അവധി നൽകാൻ പാടില്ലെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇതിനു മുൻപ് നീറ്റ് പരീക്ഷ നടന്നപ്പോൾ ചില മെഡിക്കൽ വിദ്യാർത്ഥികളും ക്രമക്കേടിന്റെ ഭാഗമായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം പുറത്തിറക്കിയത്. മെയ് മാസം നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ പുനഃപരീക്ഷ നടത്തേണ്ടി വരുന്നത്. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്ത് 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷം വിദ്യാർത്ഥികൾക്കായാണ് പുനഃപരീക്ഷ നടത്തുന്നത്. നാളെ ഉച്ചകഴിഞ്ഞ് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. വിവിധ പരീക്ഷകളിൽ ഉറുദു ഒന്നാം ഭാഷയായി പഠിച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. KUTA ജില്ലാ പ്രസിഡന്റ് C. അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് TA. അബ്ദുൾ റഷീദ്, ജനറൽ സെക്രട്ടറി സലാം മലയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധന വില വർധനയ്ക്കെതിരെ KSKTU കയ്പമംഗലം വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. കാളമുറിയിൽ നടന്ന സമരം KSKTU നാട്ടിക ഏരിയ സെക്രട്ടറി KC സുധ ഉദ്ഘാടനം ചെയ്തു. ബിന്ദു രാജൻ അധ്യക്ഷത വഹിച്ചു. PL പോൾസൺ, TV സുരേഷ്, നൂറുൽ ഹുദ, PC മനോജ്, MC ശശിധരൻ, പ്രജിത മനോജ്, ഷാഹില സലാം എന്നിവർ സംസാരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചെറുതുരുത്തി സ്വദേശി പൂളയ്ക്കൽ പറമ്പിൽ ഹസനെയാണ് വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. അതിജീവിത കൂട്ടുകാരികളോട് പറഞ്ഞതനുസരിച്ച് സ്കൂൾ അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ EV സുഭാഷാണ് കേസിൽ അന്വേഷണം നടത്തിയത്. അതിഥി തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണുകളും കവർന്ന സംഘത്തെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആദൂർ സ്വദേശികളായ അമ്പലത്ത് വീട്ടിൽ അബ്ബാസ്, കാരങ്ങിൽ വീട്ടിൽ അബൂബക്കർ, മണ്ണാർക്കാട് പിലായിത്തൊടി വീട്ടിൽ മുഹമ്മദ് ഫാനാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ജോലി തേടിയെത്തിയ ബീഹാർ സ്വദേശികളാണ് അക്രമത്തിനിരയായത്. ഒരാഴ്ച മുൻപായിരുന്നു സംഭവം. ബീഹാർ സ്വദേശികളായ 3 യുവാക്കളെ പ്രതികളായ 3 സംഘം പോലീസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് വിജനമായ സ്ഥലത്തെത്തിച്ച് മർദ്ദിച്ച് പണവും മൊബൈൽ ഫോണുകളും തട്ടിയെടുക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ അനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ C. അരുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് സമീപമുള്ള മരം മുറിക്കാൻ ആരംഭിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോപുരത്തിന് മരം ഭീഷണിയാകുന്നതായി TCV വാർത്ത നൽകിയിരുന്നു. കാലപ്പഴക്കത്താൽ തകർച്ചാഭീഷണി നേരിടുന്ന ഗോപുരത്തിന് സമീപകാലത്താണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് നടപടികളുമായി പഞ്ചായത്ത് അധികൃതർ രംഗത്തെത്തി. പഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡ് ബിൽഡിംഗിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത വനിതാ ഫിറ്റ്നസ് സെന്റർ, വെങ്കിടങ്ങ് സാംസ്കാരിക നിലയം, വനിതാ ഫ്ലവർ മിൽ എന്നിവ തുറന്നു പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് ഉടൻ സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് നടത്തിപ്പുകാരെ ഉടൻ കണ്ടെത്തും. സാംസ്കാരിക നിലയത്തിലേക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. വനിതാ ഫ്ലവർ മില്ലും അടഞ്ഞുകിടക്കുന്ന കടമുറികളും വീണ്ടും ലേലത്തിൽ നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് പറഞ്ഞു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളികാലം. ലോകകപ്പിൽ ഹെയ്ത്തിക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയയെ കീഴടക്കി ആതിഥേയരായ USA നോക്കൌട്ട് റൗണ്ടിൽ കടന്നു. ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡിനെ മൊറോക്കോയും വീഴ്ത്തി. മുൻ ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകളും പിറന്നിരുന്നു. ആദ്യ മത്സരത്തിൽ മൊറോക്കോയുടെ സമനില വഴങ്ങിയ ബ്രസീൽ അതേസമയം ഗ്രൂപ്പ് ഡിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ആതിഥേയരായ USA ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഓസീസ് ഡിഫൻഡർ കാമറൂൺ ബോർജസിന്റെ സെൽഫ് ഗോളിലാണ് USA ആദ്യം മുന്നിലെത്തിയത്. 43-ാം മിനിറ്റിൽ അലക്സ് ഫ്രീമാൻ ഹെഡറിലൂടെ 2ാം ഗോളും സ്വന്തമാക്കി. ഓഫ്സൈഡ് ഫ്ളാഗ് ഉയർന്നെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ അനുവദിക്കുകയായിരുന്നു. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ തുർക്കിയെ എതിരില്ലാത്ത 1 ഗോളിന് തകർത്ത് പരഗ്വായ് ഈ ലോകകപ്പിലെ ആദ്യ ജയം നേടി. 2 മത്സരങ്ങളും തോറ്റ തുർക്കി ടൂർണമെന്റിൽ നിന്ന് പുറത്തായി.
മത്സരം ആരംഭിച്ച് 65-ാം സെക്കൻഡിൽ തന്നെ വിജയ ഗോളെത്തി. മധ്യനിര താരം മത്തിയാസ് ഗലാർസയാണ് ഗോൾ നേടിയത്. അതേസമയം നാടകീയ രംഗങ്ങളുടെയും പുതിയ ഫിഫ നിയമം മൈതാനത്ത് നടപ്പിലാക്കിയതിന്റെയും പശ്ചാത്തലത്തിൽ മത്സരം ശ്രദ്ധേയമായി. ആദ്യ പകുതിയിൽ പരഗ്വായ് താരം മിഗ്വൽ അൽമിറോണിക്കെതിരെ റഫറി ചുവപ്പ് കാർഡ് എടുത്തു. പരസ്യമായി വായ മൂടിപ്പിടിച്ച് സംസാരിക്കുന്ന കളിക്കാർക്ക് ചുവപ്പ് കാർഡ് നൽകണമെന്ന ഫിഫയുടെ പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ബ്രസീൽ സൂപ്പർ താരം നെയ്മർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ താരം സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കി. ആദ്യ 11-ൽ തന്നെ നെയ്മർ ഇടം പിടിച്ചേക്കും. പരിക്കിൽ നിന്ന് മുക്തനായ താരം ടീമിനൊപ്പം പരിശീലനത്തിനിറങ്ങിയിട്ടുണ്ട്. പരിക്ക് മൂലം ലോകകപ്പിലെ ബ്രസീലിന്റെ ആദ്യ 2 മത്സരങ്ങളിലും നെയ്മർ ഇറങ്ങിയിരുന്നില്ല. ലോകകപ്പിൽ 2ാം ജയം തേടി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇറങ്ങുന്നു. ഞായറാഴ്ച പുലർച്ചെ 1:30 തുടങ്ങുന്ന മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റാണ് എതിരാളികൾ. ആദ്യ മത്സരത്തിൽ ക്യുറാസോവയെ 1-7 ഗോളുകൾക്ക് ജർമ്മനി തകർത്തിരുന്നു. അതേസമയം ജപ്പാനെതിരെ സമനില വഴങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ നെതർലൻഡ്സ് ഇറങ്ങുമ്പോൾ സ്വീഡനാണ് എതിരാളികൾ. ശനിയാഴ്ച രാത്രി 10:30 മത്സരം. പെരുമ്പിലാവ് ഫാൽക്കൺ മാളിൽ 10 അടി ഉയരമുള്ള ഭീമൻ ഫുട്ബോൾ മാതൃക സ്ഥാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ദൃശ്യവിസ്മയം ഒരുക്കിയിരിക്കുന്നത്. ചാലിശ്ശേരി സ്വദേശിയും ചിത്രകാരനുമായ ഷൈജൻ, സുബീഷ്, സുരേഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഒരാഴ്ച നീണ്ട പ്രയത്നത്തിലൂടെ ഈ കലാസൃഷ്ടി പൂർത്തിയാക്കിയത്. 65,000 രൂപയോളമാണ് ചെലവ് വന്നത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം നെഞ്ചേറ്റുകയാണ് അന്നകരയിലെ ഈ കുടുംബം. വ്യവസായ പ്രമുഖനും വാഫി ഗ്രൂപ്പ് ഓഫ് മിഡിൽ ഈസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ സജീവ് മാധവൻ കളത്തിപ്പറമ്പിലും കുടുംബവുമാണ് തന്റെ വീടിന്റെ മതിൽ പൂർണ്ണമായും ലോകകപ്പ് ഫുട്ബോൾ കളിക്കുന്ന ഇഷ്ട ടീമുകളുടെയും താരങ്ങളുടെയും വലിയ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറച്ചത്. ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന, ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, ഖത്തർ എന്നീ ടീമുകളുടെ ഫ്ലെക്സ് ബോർഡുകളാണ് ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. ഈ ടീമുകൾക്കെല്ലാം കുടുംബത്തിലും സുഹൃത്ത് വലയത്തിനുള്ളിലും ഒട്ടേറെ ആരാധകരുണ്ട്. ഇവരെല്ലാം ഒന്നിച്ചിരുന്ന് കളി കണ്ടും മത്സരങ്ങൾ വിലയിരുത്തിയും പരസ്പരം കമന്റിട്ടും ലോകകപ്പ് ഫുട്ബോൾ ആസ്വദിക്കുകയാണ്. ക്വാർട്ടർ ഫൈനൽ മുതൽ കളിയാവേശം ഒന്നുകൂടി കൊഴുപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരുന്നതായി സജീവ് മാധവൻ പറഞ്ഞു. TCV ന്യൂസ്, പാവറട്ടി. മറ്റു വാർത്തകളിലേക്ക്. മാനസ സരോവർ കൈലാസയാത്രയുടെ പുണ്യവുമായി മാധ്യമപ്രവർത്തക ചാലിശ്ശേരി സ്വദേശി ശില്പ വിജയകുമാറാണ് തന്റെ ദീർഘകാലത്തെ ആഗ്രഹം പൂർത്തീകരിച്ചത്. ചെറുപ്പത്തിൽ പഠിച്ച പുസ്തകങ്ങളിലൂടെ അറിഞ്ഞ പവിത്രമായ മണ്ണിൽ എത്തിപ്പെടാൻ സാധിച്ചത് ജീവിത പുണ്യമായി കരുതുന്നുവെന്ന് ശില്പ ശിവകുമാർ പറഞ്ഞു. 10ാം ക്ലാസ് വരെ ചിന്മയ വിദ്യാലയത്തിലായിരുന്നു പഠനം. മാധ്യമപ്രവർത്തനമായിരുന്നു മനസ്സിൽ. മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ ശേഷം സ്വകാര്യ ചാനലുകളിൽ മാധ്യമപ്രവർത്തകയായി പ്രവർത്തിച്ചു. ഇപ്പോഴും മാധ്യമരംഗത്ത് തുടരുന്നു. സ്വപ്രയത്നമുണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ മനസ്സ് മാർഗം തെളിക്കുമെന്ന് ശില്പ പറയുന്നു. പടിഞ്ഞാറെ പട്ടിശ്ശേരി പാറക്കാട്ടിൽ ശിവകുമാറിന്റെയും ബിന്ദുവിന്റെയും മകളാണ് ശില്പ. ശരത് ഏക സഹോദരനാണ്. TCV ന്യൂസ്, കുന്നംകുളം. ഓട്ടോ ലൈറ്റ് മോട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കൊടകര ഏരിയ സമ്മേളനം പുതുക്കാട് നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് O രാജൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PC ഉമേഷ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ, CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ജില്ലാ ട്രഷറർ TS ബൈജു, CV ശിവൻ, അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ എന്നിവർ സംസാരിച്ചു. CPM നേതാവായിരുന്ന പുഷ്പ ശ്രീനിവാസന്റെ 9ാം ചരമവാർഷിക ദിനം ആചരിച്ചു. SN പുരത്ത് നടന്ന ചടങ്ങ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV അനിത ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം AP ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TK രമേഷ് ബാബു, KK അബീദ് അലി, AS സിദ്ധാർത്ഥൻ, ലോക്കൽ സെക്രട്ടറി MS മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി OJ ജനീഷിന് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച കൊടുങ്ങല്ലൂർ KKTM മുസിരീസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ 4000-ലധികം ആധാരമെഴുത്ത് തൊഴിലാളികൾ പങ്കെടുക്കും. സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ OM ദിനകരൻ, സ്വാഗത സംഘം ചെയർമാൻ PP പ്രകാശ് കുമാർ, സ്വാഗത സംഘം കൺവീനർ തോമസ് വടക്കൻ, ജില്ലാ ട്രഷറർ TH അഷ്കർ, ജില്ലാ കമ്മിറ്റി അംഗം TP ബാലൻ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ MG പുഷ്പാകരൻ, ജനറൽ കൺവീനർ ലാല ബോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വായനാ ദിനത്തിൽ അയനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആര്യമ്പാടം മോഡൽ സായംപ്രഭ ഹോം അംഗങ്ങൾക്ക് പുസ്തകങ്ങൾ നൽകി.
കോർഡിനേറ്റർ അഡ്വക്കേറ്റ് MR മൗനിഷ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപിന് പുസ്തകങ്ങൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. സായം പ്രഭ പദ്ധതി മാനേജർ മാർഷൽ C. രാധാകൃഷ്ണൻ, അയനം വൈസ് ചെയർമാൻ സുബീഷ് തെക്കൂട്ട്, ജോയിന്റ് കൺവീനർ US ശ്രീശോഭ് എന്നിവർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ അനുസ്മരണവും വായനാ പക്ഷാചരണവും സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. TJ ബേബി അധ്യക്ഷത വഹിച്ചു. ഹക്കീം കളിപ്പറമ്പിൽ, EH സഹീർ, സുധീർ വെള്ളിക്കുളങ്ങര, ഷാജു കാവുങ്ങൽ, VM കരീം തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ ആവശ്യപ്പെട്ടു. തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 തീരദേശ പഞ്ചായത്തുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഇവിടങ്ങളിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായും സനൌഫൽ പറഞ്ഞു. 15 ദിവസത്തിനകം കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ എഴുത്തകം വായനാദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രമുഖ സാഹിത്യ പ്രവർത്തക ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് P. ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ചെറുകുതാർത്ത് ഷമനാഥ തൃശൂരിനെ ആദരിച്ചു. വായനാദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. അധ്യാപകരായ VG ജോജോ, TJ അഗസ്റ്റി, KV സന്തോഷ് കുമാർ, S. ശ്രീകുമാർ, PP പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ CMS സ്കൂളിൽ വായനാദിനം ആഘോഷിച്ചു. അധ്യാപികയും പ്രഭാഷകയും എഴുത്തുകാരിയുമായ ഡോക്ടർ KP പ്രസീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപികയായ ബെറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വായനാദിന പതിപ്പ് ഡോക്ടർ പ്രസീത KP പ്രകാശനം ചെയ്തു. ഹെഡ്മാസ്റ്റർ സജി സാമുവൽ, സീനിയർ അധ്യാപകൻ സാമുവൽ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കവിതാലാപനവും കവിപരിചയവും ലൈബ്രറി പുസ്തക വിതരണവും നടന്നു. വടൂക്കര സന്മാർഗദീപം വായനശാലയിൽ നടന്ന വായന പക്ഷാചരണം എഴുത്തുകാരൻ ED ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് തിലകൻ കൈപ്പുഴ അധ്യക്ഷത വഹിച്ചു. K. സുജാത, സുനിത വിൽസൺ, TK സത്യൻ, ഉഷ നന്ദിനി, CP പ്രമോദ്, ഷനു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവിലയിൽ നേരിയ വർധനവ്. തുടർച്ചയായ 4 ദിവസത്തെ ഇടിവിന് ശേഷം സംസ്ഥാനത്തെ സ്വർണ്ണ വിപണിയിൽ ഇന്ന് നേരിയ ഉണർവ്. സ്വർണ്ണവിലയിൽ പവന് 160 രൂപയുടെ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 1,07,120 രൂപയായി ഉയർന്നു. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 13,390 രൂപയുമായി. കൊടകര അഴകം യുവജന സംഘം വായനശാലയിൽ വായന പക്ഷാചരണത്തിന് തുടക്കം കുറിച്ച് PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അധ്യാപകൻ ജോബിൻ M. തോമസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PM സുനിൽകുമാർ, കമ്മിറ്റി അംഗം സ്റ്റിത ഡെയ്ജു എന്നിവർ സംസാരിച്ചു. തോയ്ക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ഡോക്ടർ ഫെമിൻ തറയിൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികനായിരുന്നു. 27-28 തീയതികളിലാണ് തിരുനാൾ. ഗുരുവായൂർ വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെയും ഗുരുവായൂർ മർച്ചന്റ്സ് വനിതാ വിംഗിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കോട്ടപ്പടി RC UP സ്കൂളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിർമ്മൽ C, വാർഡ് കൗൺസിലർ ഷീന റാഫേൽ, ചർച്ച് ട്രസ്റ്റി ജോസി ചുങ്കത്ത്, മർച്ചന്റ്സ് വനിതാ വിംഗ് പ്രസിഡന്റ് ടെസ്സി ഷൈജോ എന്നിവർ സംസാരിച്ചു. വായനാ ദിനത്തിന്റെ ഭാഗമായി DYFI കാട്ടകാമ്പൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രായിൽ കടവിൽ വായന സായാഹ്നം നടത്തി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അധ്യാപകൻ ജയറാം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VS ലെനിൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അനുമോൻ C. തമ്പി, ട്രഷറർ KK ഷമീർ, ജോയിന്റ് സെക്രട്ടറി MV അനേക്, കമ്മിറ്റി അംഗങ്ങളായ MS ശിവാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നഗരസഭയിൽ യോഗ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, ആയുഷ് മിഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഇരിങ്ങപ്പുറം വായനശാലയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, കൗൺസിലർ NT സച്ചിൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമാശങ്കർ, സീനിയർ മെഡിക്കൽ ഓഫീസർ PK സുഹാസ് നാരായണൻ എന്നിവർ സംസാരിച്ചു.
ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,390 രൂപ, പവന് 1,07,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃപ്രയാറിൽ കാർ യാത്രികരെ ആക്രമിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ശുദ്ധ കളവെന്ന് K രാജൻ MLA. സ്വകാര്യവൽക്കരണത്തിന് ഓശാന പാടുന്നതാണ് സംസ്ഥാന ബജറ്റെന്നും കുറ്റപ്പെടുത്തൽ. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയോടെ തൃശൂർ നഗരം. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തിലെത്തുന്നത് കാത്ത് നഗരവാസികൾ. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് ലോറിയിലിടിച്ച അപകടം, 3 പേർക്ക് പരിക്കേറ്റു. ഇടിയഞ്ചിറ ബണ്ട് റോഡിൽ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. സംസ്ഥാനത്ത് കാലവർഷം ദുർബലം. വെള്ളമില്ലാതെ ചാലക്കുടി പുഴയും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും സഞ്ചാരികളെ നിരാശരാക്കുന്നു. ലോകകപ്പിൽ ഹെയ്ത്തിക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം. ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡിനെ വീഴ്ത്തി മൊറോക്കോ. 2ാം ജയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.